മിശ്ര വിവാഹങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. മിശ്ര വിവാഹിതരായതിന് 6 മാസത്തോളം ജാമ്യം നൽകാതിരുന്ന ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചതിന് 6 മാസം ജയിലിൽ കഴിഞ്ഞ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാളുടെ ജാമ്യമായിരുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2 മതങ്ങളിൽ ഉൾപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിന് സർക്കാർ എതിർക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. എന്തായിരുന്നു കോടതിയുടെ ഈ പരാമർശത്തിന് ആധാരമായ കേസ്? ജാതിയുടെയോ മതത്തിന്റെയോ അതിരുകൾക്കപ്പുറം പ്രായപൂർത്തിയായ 2 പേർക്ക് പങ്കാളിയെ കണ്ടെത്താനും ഒരുമിച്ച് ജീവിക്കാനും അധികാരമില്ലേ? പരിശോധിക്കാം. രാജ്യത്ത് ഇന്നേ വരെ മിശ്ര വിവാഹിതർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ, മിശ്ര വിവാഹത്തിന്റെ നിയമസാധുത, നടപടിക്രമങ്ങൾ. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഡിസംബർ 12 റായ്പൂരിലെ പോലീസ് സ്റ്റേഷനിലാണ് ഉത്തരാഖണ്ഡ് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് 2018 പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയുടെ 319, 318 പ്രകാരവും അമൻ സിദ്ദിഖിക്ക് എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് മതപരിവർത്തന നിരോധന നിയമപ്രകാരവും വഞ്ചന, വ്യക്തിത്വ വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതിനെതിരെ സിദ്ദിഖി ആദ്യം സമീപിക്കുന്നത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. പക്ഷേ കേസിൽ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി ചെയ്തത്. പിന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതര മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന ഒരൊറ്റ കുറ്റത്തിനാണ് തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് സിദ്ദിഖിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇരു കുടുംബത്തിന്റെയും അനുഗ്രഹത്തോടെയാണ് വിവാഹം നടത്തിയത്. അതിന്റെ പേരിൽ 6 മാസമായി സിദ്ദിഖി ജയിലിൽ തുടരുകയാണെന്നും അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചു. മിശ്ര വിവാഹത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള അവകാശമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വസ്തുതകൾ കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിർണായക ഇടപെടൽ. മിശ്ര വിവാഹത്തിന്റെ പേരിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുണ്ടായ കുരുതികൾ കണക്കില്ലാത്തതാണ്. മതത്തിനതീതമായി പങ്കാളിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രണയ കാലഘട്ടത്തിലും വിവാഹത്തിനായി തീരുമാനിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിലും വിവാഹത്തിന് ശേഷവും ആക്രമണങ്ങളും ഒറ്റപ്പെടുത്തലുകളും തുടങ്ങി പ്രതിസന്ധികൾ അനേകം അനുഭവിക്കുന്നു ഇക്കൂട്ടർ. അത്തരം സംഭവങ്ങൾ ഓരോന്നും എടുത്തു പോകുക പ്രയാസമാണ്. പക്ഷേ ചിലതെങ്കിലും പറയാതെ വയ്യ. ഗുജറാത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 26 മകളെ ഇതര മതസ്ഥനുമായുള്ള പ്രണയത്തിന്റെ പേരിൽ അച്ഛൻ കൊന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മിശ്ര വിവാഹം ചെയ്തതിന്റെ പേരിൽ വെട്ടിക്കൊന്നത്. പങ്കാളിയുടെ വീട്ടുകാരായിരുന്നു കുറ്റക്കാർ. UPയിൽ മകൾ മുസ്ലിം മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛൻ അവളെ കോടാലി കൊണ്ട് വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. കാൺപൂരിലും മാതാപിതാക്കൾ മകളെ കൊലപ്പെടുത്തി മിശ്ര വിവാഹം ചെയ്തതിന്. മുംബൈയിൽ വിവാഹിതരായ ദമ്പതികളെ പെൺകുട്ടിയുടെ അച്ഛൻ കൊലപ്പെടുത്തി. മുംബൈയിൽ ഗർഭിണിയായ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തി. അങ്ങനെ നിരവധി അനവധി വാർത്തകൾ, യാഥാർത്ഥ്യങ്ങൾ. കേരളത്തിലും കുറവെങ്കിലും ചിലതെല്ലാം ഉണ്ട് എന്നതും വസ്തുത. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാം. പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നിയമമാണിത്. ഈ നിയമം അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ഇങ്ങനെ: ജില്ലാ രജിസ്ട്രാറുടെ മുൻപാകെയോ സബ് രജിസ്ട്രാറുടെ മുൻപാകെയോ 2 പേരുടെയും ഒപ്പോടെ അപേക്ഷ സമർപ്പിക്കുന്നതാണ് ആദ്യഘട്ടം. ഇത് ഓൺലൈനായോ അല്ലാതെയോ സമർപ്പിക്കാവുന്നതാണ്. 110 രൂപ ഫീസായി സമർപ്പിക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വിവാഹിതരാകാൻ പോകുന്നവരുടെ സ്വദേശത്തെ സബ് രജിസ്ട്രാർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. ഈ അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിന് ശേഷമായിരിക്കും വിവാഹം നടക്കുക. ഈ കാലയളവിൽ ഏതെങ്കിലും എതിർപ്പ് ഉയർന്നു കഴിഞ്ഞാൽ അത് തീർപ്പാക്കിയതിനു ശേഷമായിരിക്കും വിവാഹം. 3 മാസമായിരിക്കും ഈ അപേക്ഷയുടെ കാലപരിധി. 30 ദിവസത്തിന് ശേഷം വിവാഹം നടത്തുന്നതിന് മുമ്പ് കക്ഷികളും വിവാഹ ഓഫീസറുടെ സാന്നിധ്യത്തിൽ 3 സാക്ഷികളും വിവാഹത്തിനായുള്ള അപേക്ഷയിൽ ഒപ്പിടണം. കക്ഷികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏത് രൂപത്തിലും വിവാഹം നടത്താം. വിവാഹ ഓഫീസറുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ കക്ഷികൾ ആഗ്രഹിക്കുന്ന ന്യായമായ ദൂരത്തിലുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ വിവാഹങ്ങൾ നടത്താം. വിവാഹത്തിന് 1103 രൂപ ഫീസ് നൽകണം. 220 രൂപ അടച്ചാൽ 50 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറും. ഇങ്ങനെയാണ് നടപടിക്രമങ്ങളുടെ രീതി. നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഏതു മതസ്ഥർക്കും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണഘടന അത് ഉറപ്പു നൽകുന്നുമുണ്ട്. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.